നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മയുടെ അനുഗ്രഹം വാങ്ങണം. പക്ഷേ അമ്മ ഉണർന്നാൽ ചിലപ്പോൾ വിട്ടില്ലെന്ന് വരും. ഇപ്പോൾ തന്നെ ഇവിടുന്ന് ഇറങ്ങുക. അമ്മ കൂടെ വരണമെന്ന് നിർബന്ധം പിടിക്കുമെന്ന് എനിക്കറിയാം. അമ്മ എന്നോടൊപ്പം വന്നാ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. ഒരു ലക്ഷ്യവും ഇല്ലാതെയാ ഞാൻ ഇറങ്ങുന്നത്. ശ്രേയയുടെ നീലേട്ടന്റെ കല്യാണത്തിന് അമ്മ ഇവിടെ വേണം. മോളെ, അങ്ങനെ ഒറ്റയ്ക്ക് നീ പോണ്ട. പണ്ട് വഴക്കിട്ട് വാശി പിടിച്ച് നീ ഇറങ്ങിയപ്പോഴൊക്കെ നിന്റെ മനസ്സിലൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു. എന്ത് നേരിടാനുള്ള ധൈര്യം, ഉള്ളിൽ എല്ലാം നേടിക്കളയാന്നുള്ളൊരു അഹങ്കാരവും. പക്ഷേ നിനക്കിപ്പോ ധൈര്യമില്ല. മാനസികമായി തളർന്ന് തോറ്റുപോയതിന്റെ സങ്കടവും ആകെ പതറിയിട്ടുമാണ് നീ പോകുന്നത്. ഈ അവസ്ഥയില് ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടുന്നില്ല. ഞാനും വരുന്നു. ഇപ്പോഴാണ് നിനക്കൊരമ്മയുടെ പിന്തുണ ആവശ്യം. നമുക്കിപ്പോ തന്നെ പോവാം. നേരം വെളുത്താ ഏട്ടത്തിയോട് യാത്ര പറയേണ്ടി വരും. പോകരുതെന്ന് ഏട്ടത്തി പറഞ്ഞാ എനിക്ക് ധിക്കരിക്കാനാവില്ല. എന്നും ഒരു നിഴലായി കൂടെ നിന്നിട്ടേ ഉള്ളൂ. എന്റെ മോളെ പോലും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. രൂപേഷും ദർശനയും ഒരുമിച്ച സ്ഥിതിക്ക് ഏട്ടത്തിക്ക് ഇനി ദർശനയുടെ സുരക്ഷിതത്വമുണ്ട്. പവിത്രനും ഗിരിജയും ഒരിക്കലും മരുവത്തൂര് വിട്ടു പോവില്ല. ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ ഒരു അട്ടയുണ്ട്. നൂലുപോലുള്ള വലിപ്പമേ ഉള്ളൂ. മറ്റുള്ളവരുടെ രക്തം ഊറ്റിക്കുടിച്ച് ബലൂൺ പോലെ വീർത്ത് വന്നാലും കടിച്ചിരിക്കും. പിന്നെ വേർപെടുത്താൻ തീക്കൊള്ളി വേണം. ശ്രേയയുടെ കല്യാണം കൂടാതെ പോകുന്നതില് ഏട്ടത്തിക്കൊരു വിഷമം തോന്നും. അത് സാരമില്ല. നിനക്ക് പകരം അവള് മണ്ഡപത്തിലേക്ക് കയറുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. എന്നാലും അമ്മ, എങ്ങോട്ടാണെന്ന് ഒരു ലക്ഷ്യമില്ലാതെയാ ഞാൻ. നീ ചെറുപ്പോ, നിന്നെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. കാലം വല്ലാത്തതാ. അല്ല, എന്നാലും ഒരെന്നാലും ഇല്ല. നിനക്കൊരു ഭാരം ആവാതെ, നിന്നിൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കാൻ നോക്കാതെ ഞാൻ വേണം. അച്ഛനില്ലാതെ വളർന്ന കുട്ടിയാ നീ. എടുത്തുചാട്ടവും പിടിവാശിയും നിയന്ത്രിക്കാൻ ഒരാള് വേണം. നീ പേടിക്കണ്ട. അമ്മ നിനക്കൊരു ബാധ്യതയാവില്ല. അമ്മ, ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. നീ പേടിക്കണ്ട. എന്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്. ഇനി അങ്ങോട്ട് നിനക്കും നിഖിലിനും വേണ്ടി ഞാൻ കരുതി വെച്ച പണം അതിനി നിന്റെ ജീവിതത്തിന് ഉപകരിക്കട്ടെ. ഞാനല്ലെങ്കിലും നിന്റെ കല്യാണം കഴിഞ്ഞ് തറവാട്ടിലേക്ക് പോകാന്ന് കണക്ക് കൂട്ടിയിരുന്നതാ.
അവിടെ കുടുംബക്ഷേത്രത്തിലെ കാര്യങ്ങൾ നോക്കി ശിഷ്ടജീവിതം അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചതാ. എനിക്ക് ചെറിയൊരു ബാഗേ എടുക്കാനുള്ളൂ. എന്നാലും ഇത് വല്ലാത്ത ചെയ്ത്തായി പോയി. കപ്പിനും ചുണ്ടിനും ഇടയില് കൈവിട്ടു പോയല്ലോ. നീ അവനെ കുറിച്ചാണോ പറയുന്നത്? അവന് വീണയെ നഷ്ടപ്പെട്ടതിനെ കുറിച്ച്? വീണ പോയെങ്കിൽ പോട്ടെ, അതല്ല. അവൾക്ക് ഏട്ടത്തി വാങ്ങിക്കൊടുത്ത സ്വർണവും 5 ലക്ഷം രൂപയും എല്ലാം ദർശനയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തില്ലേ? എല്ലാം നമുക്ക് കിട്ടാനുള്ളതായിരുന്നില്ലേ? ഹോ, പുത്തൻ കാറിൽ ചെത്തി നടക്കാന്ന് വിചാരിച്ചതാ. അതിനി കിട്ടുവോ? നിന്റെ ഒരു ആർത്തി കാരണമല്ലേ ഇങ്ങനെ ആയതെല്ലാം. സ്വന്തം മോനെ കുറിച്ച് അവൾക്ക് ഒരു ടെൻഷനും ഇല്ല. അവന്റെ ഒരു അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കി. ശ്രേയ അവനെ വേണ്ടെന്ന് പറഞ്ഞിട്ടും അവളെ വേണമെന്നും പറഞ്ഞ് നടന്നവനാ. ഒടുവിൽ അവൻ ആ വീണയുടെ ശാപം എടുത്ത് തലവെച്ചു. എടി, പെണ്ണിന്റെ ശാപം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ ജന്മത്തെന്നല്ല അടുത്ത ജന്മത്തിൽ പോലും ഗുണം പിടിക്കില്ല. ഇനി ഗീതേച്ചിയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ആ വീണ പുറപ്പെട്ടു പോകാൻ പോലും തുടങ്ങിയില്ലേ? ആ നാണം കെട്ടവന്റെ കാര്യം എന്നോട് ഇനി മിണ്ടരുത്. അവൻ എവിടെയോ പോയി തൊലയട്ടെ. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. വീണയായിട്ട് കല്യാണം ഉറപ്പിച്ചപ്പോ ഒന്ന് സമാധാനിച്ചതാ. ഇപ്പൊ കണ്ടില്ലേ, നിങ്ങളുടെ ഏട്ടത്തിയെല്ലാം തലകീഴെ മറിച്ചു. ഇനി ശ്രേയെ സഹിക്കണം, അവളുടെ പേരെടുക്കണം. അതുമാത്രോ? ആ ചെങ്കീരി ഉണ്ടല്ലോ, അവളുടെ തള്ള, അതിനെ സഹിക്കണ്ടേ? എന്ത് സഹിച്ചാലെന്താ? നിനക്ക് കിട്ടാനുള്ളത് കിട്ടിയാ പോരെ? നീ സ്വപ്നം കണ്ട പണ്ടവും കാശും എന്തിന്? ആ കാറ് പോലും കറങ്ങി തിരിഞ്ഞ് നിന്റെ അടുത്ത് തന്നെ വരും. ആഹാ, നടന്നത് തന്നെ. ഈ കല്യാണം നടത്താനേ പവിയേട്ടനും ഗിരിജയും സമ്മതിക്കും തോന്നുന്നുണ്ടോ? അവര് ചത്താലും സമ്മതിക്കില്ല. സംഗതി അറിഞ്ഞപ്പോ തന്നെ ആ പവിയേട്ടൻ ചാടി വീണത് കണ്ടില്ലേ? നിങ്ങളുള്ളതുകൊണ്ട് തൽക്കാലം അവൻ രക്ഷപ്പെട്ടു. അവനെ ഈ രാത്രി തന്നെ അയാൾ അപകടപ്പെടുത്തുന്ന എന്റെ പേടി. നിന്റെ മോനെ ആ പവിത്രനൊന്നും ചെയ്യില്ല. കുരയ്ക്കും പട്ടി കടിക്കില്ലെന്ന് നീ കേട്ടിട്ടില്ലേ? അവന് കുരയ്ക്കാനേ അറിയൂ. ഞാനിപ്പോഴും നിഖിലിനെ കണ്ടിട്ടാ വരുന്നത്. അവനൊന്ന് രൂപേഷിന്റെ മുറിയിലാണ് കിടക്കുന്നത്. രൂപേഷിന്റെ മുന്നിൽ വെച്ച് പവിത്രൻ ഒന്നും ചെയ്യില്ല. അതിനുള്ള ആംബിയറൊന്നും അവനില്ല. അപ്പോ നിഖിൽ അവളെ കെട്ടൂന്ന് തന്നെയാണോ നിങ്ങൾ വിചാരിക്കുന്നത്? പിന്നെ കെട്ടാതെ. അവൻ വ്യക്തിത്വമുള്ളവനാ, അല്ലാതെ കണ്ടവളെ ഗർഭിണിയാക്കിയിട്ട് കടന്നു കളയുന്നവനല്ല. ഒന്നാലോചിച്ച അവനല്ല തെറ്റുകാരൻ. രഹസ്യമായിട്ട് കല്യാണം കഴിച്ചാണെങ്കിലും അവളെ തന്നെയല്ലേ അവൻ കെട്ടുന്നത്. വീണയെ കെട്ടിക്കഴിഞ്ഞിട്ട് ആ ശ്രേയ ഗർഭിണിയാണെന്ന് എല്ലാവരും അറിഞ്ഞതെങ്കിലോ? ഇത് നമുക്ക് കിട്ടിയ നല്ലൊരു അവസരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വീണയെ നിഖിലിനെ ആ മുറിയിൽ നിന്ന് പിടിച്ചപ്പോ അവരെ കെട്ടിക്കാൻ ഏട്ടത്തി പറഞ്ഞില്ലേ? അവൻ അന്ന് സന്തോഷിച്ചത് അവന്റെ മോള് രക്ഷപ്പെട്ടു എന്ന് കരുതിയ. ഇപ്പോ ദൈവം തന്നെ അവസരം ഉണ്ടാക്കി നിഖിലിന് കെട്ടിച്ചു കൊടുക്കേണ്ടി വന്നില്ലേ? നമ്മളും അപ്പോ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? എടി, നീ പറഞ്ഞതുപോലെ പവിത്രൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് വെച്ചോ. ഇനി അതിന്റെ പേരിൽ വഴക്കുണ്ടാവില്ലേ? ഇപ്പൊ തന്നെ ശ്രേയ ദർശനയുടെ കൂടെയാ. സ്വന്തം തള്ളയും തന്തയും അവള് തള്ളിപ്പറഞ്ഞതുപോലല്ലേ? അവൻ ഈ സ്വത്തൊക്കെ അടിച്ചുമാറ്റി വെച്ചിരിക്കുന്നതേ ശ്രേയയുടെ പേരിലാ. ശ്രേയ മറുകണ്ഠം ചാടിയാൽ ആണത്വമുള്ളവനാണെങ്കിൽ അവൻ വഴക്കിട്ട് ഇറങ്ങിപ്പോവും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പവിത്രൻ ശ്രേയയെ നിഖിലിന് കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറാവില്ല. അതോടെ ഏട്ടത്തിയുമായി അടിച്ചു വിരിയും. ആ മാരണം മരുവത്തൂരിൽ നിന്ന് ഇറങ്ങിപ്പോയാ ഈ കുടുംബം രക്ഷപ്പെടുമെന്ന് മാത്രമല്ല, നമ്മളും രക്ഷപ്പെടും. ദർശനെ ഏട്ടത്തി പറഞ്ഞു വിടുകയുമില്ല. രൂപേഷ് ഏതായാലും ഒന്നും മയപ്പെട്ടിട്ടുണ്ട്. രൂപേഷിന്റെ കൂടെ ദർശനം നിന്നാ പിന്നെ പവിത്രൻ ഇവിടെ പിടിച്ചു നിൽക്കാനൊക്കില്ല. ഏട്ടത്തെയും പവിത്രന്റെ കള്ളക്കളികളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാൻ ഊഹിക്കുന്നത് പോലെയൊക്കെ നടന്ന പവിത്രൻ കൂടും കുടുക്കയും ഒക്കെ എടുത്ത് ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും.